രാഹുലിന്റെ നേതൃത്വത്തിലുള്ള വോട്ട് കൊള്ള പ്രചാരണം തടയണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ പൊതു താൽപര്യ ഹർജി. കോൺഗ്രസിന്റെ രാഷ്ട്രീയ പാർട്ടി അംഗീകാരം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടാണ് ഹർജി. രാഹുലിനും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കുമെതിരെ SIT അന്വേഷണം വേണമെന്നും ആവശ്യം. അഖിലേന്ത്യാ ഹിന്ദു മഹാസഭയുടെ മുൻ ഉപാധ്യക്ഷൻ സതീഷ് കുമാർ അഗർവാളാണ് ഹർജി സമർപ്പിച്ചത്. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, രാഹുലിന്റെ നേതൃത്വത്തിലുള്ള വോട്ട് കൊള്ള എന്ന പ്രചാരണം നമ്മൾ കണ്ടതാണ്. എന്താണ് സത്യാവസ്ഥ എന്നുള്ളത്? ഇപ്പോൾ അതിനെതിരെ ഒരു സുപ്രീം കോടതിയിൽ ഹർജി വന്നിരിക്കുകയാണ്. ഈ വോട്ടുകൊള്ള പ്രചാരണം തടയണമെന്നാണ് ആ പൊതു താൽപര്യ ഹർജിയിലെ ആവശ്യം. മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? രോഹിണി, അഖിലേന്ത്യാ ഹിന്ദു മഹാസഭയുടെ മുൻ ഉപാധ്യക്ഷൻ സതീഷ് കുമാർ അഗർവാളാണ് ഇത്തരത്തിലൊരു ഹർജി സുപ്രീം കോടതിക്ക് മുൻപാകെ നൽകിയിട്ടുള്ളത്. അതിൽ ചൂണ്ടിക്കാണിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട വാദം എന്നുള്ളത്, ഒന്ന്, ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ദുർബലപ്പെടുത്തുന്നതിന് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് രാഹുൽ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് രാഹുലിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന വോട്ട് കൊള്ള എന്ന പ്രചാരണവും വോട്ടർ അധികാർ യാത്രയും വിലക്കണം എന്നും ഒപ്പം കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പാർട്ടി അംഗീകാരം തന്നെ റദ്ദാക്കണം എന്ന വാദവുമാണ് കോടതിക്ക് മുൻപിലേക്ക് എത്തിയിട്ടുള്ളത്. നിലവിൽ കോടതി അത് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യും എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. ഫയലിൽ സ്വീകരിച്ചുകൊണ്ട് വാദം കേൾക്കുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ഏതായാലും പ്രധാനപ്പെട്ട ചില വാദങ്ങളാണ് ഇപ്പോൾ ഈ ഹർജിയിലൂടെ സുപ്രീം കോടതിക്ക് മുൻപിലേക്ക് എത്തിയിട്ടുള്ളത്. അതായത് ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ യാതൊരു അടിസ്ഥാനവും തെളിവുമില്ലാതെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ആ ആരോപണങ്ങൾക്ക് മേൽ വോട്ട് കൊള്ള എന്ന പ്രചാരണവും വോട്ടർ അധികാർ യാത്രയും രാഹുൽ നടത്തുന്നുണ്ട്. ആ യാത്രയും ആ പ്രചാരണവും തടയുന്നതിന് കോടതിയുടെ ഭാഗത്തു നിന്ന് ഇടപെടലുണ്ടാകും. കൂടാതെ കോൺഗ്രസ് പാർട്ടിയുടെ രാഷ്ട്രീയ പാർട്ടി എന്ന ആ ഒരു അംഗീകാരം കൂടി കോടതി ഇടപെട്ടുകൊണ്ട് നിർത്തലാക്കണം, അത് റദ്ദാക്കണം എന്നൊരു ഹർജിയാണ് ഇപ്പോൾ സുപ്രീം കോടതിക്ക് മുൻപിലേക്ക് എത്തിയിട്ടുള്ളത്. അത് കോടതി എങ്ങനെ കൈകാര്യം ചെയ്യും? അതിൽ വാദം കേൾക്കുകയാണെങ്കിൽ നിർണായകമായിട്ടുള്ള വാദങ്ങൾ ഹർജിക്കാരൻ്റെ ഭാഗത്തുനിന്നും സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങൾ എന്തൊക്കെയാകും എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ടതാകും. രോഹിണി, ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.